നമ്മൾ ലണ്ടനൊക്കെ പോകുമ്പോൾ നമുക്ക് ക്യാമറ ഇല്ലാതെ ലണ്ടൻ സിറ്റിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കാണാൻ പറ്റും. പിന്നെ റെയിനുള്ള സമയത്ത് ഓട്ടോമാറ്റിക്കിൻ്റെ പല മോഡുകളാണ്. ഇതിപ്പോൾ ന്യൂട്രലാണ് വണ്ടി കിടക്കുന്നത്. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഡീല് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ട്രക്ക്. അപ്പോൾ ഈ ട്രക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് എന്നോട് ചോദിച്ചാൽ, ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ വന്നേക്കണ ഡാഫിൻ്റെ XF530 എന്ന് പറഞ്ഞ മോഡൽ പരിചയപ്പെടാനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ട്രക്ക്. അപ്പോൾ ഈ ട്രക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് എന്നോട് ചോദിച്ചാൽ, ആസ് എ ഡ്രൈവർ നിലയിൽ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം നല്ലൊരു ക്യാബിൻ സ്പേസ് ഉള്ള ട്രക്കാണിത്. പിന്നെ അത് കൂടാതെ ഡാഫിൻ്റെ ട്രക്കുകളെ അപേക്ഷിച്ച് അത്യാവശ്യം ഹൈറ്റുള്ള ട്രക്കുകളിൽ ഒന്നുകൂടിയാണിത്. ഇതിന് 2 ബെർത്താണ് വരുന്നത്. സോ 2 ഡ്രൈവർമാർക്ക് ഒരേ സമയം ഇതിനകത്ത് കിടന്നുറങ്ങാനായിട്ട് പറ്റും. പിന്നെ ഡാഫിൻ്റെ മുന്നത്തെ ട്രക്കുകളെ അപേക്ഷിച്ച് ഈ ഒരു വണ്ടിക്ക് ഫ്യൂൽ എഫിഷ്യൻസി 7% കൂടുതലാണ് ഇതിന്. ആസ് യൂഷ്വൽ ഇവിടെയുള്ള എല്ലാ ട്രക്കുകൾ പോലെ ഇതിനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. ഈ വണ്ടിയുടെ എഞ്ചിൻ പവർ എന്ന് പറഞ്ഞാൽ 530 ഹോഴ്സ് പവറാണ്. 2600 ടോർക്കാണ് ഇതിന് വരുന്നത്. UK ഓൾമോസ്റ്റ് ഡ്രൈവേഴ്സ് എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും ഡാഫിൻ്റെ ഏതെങ്കിലും മോഡൽ ഓടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ട്രക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടിട്ട് വരാം. നമുക്ക് മിററിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഡോർ ഹാൻഡിൽ നിങ്ങൾക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺസ് കാണാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ റൈറ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, റൈറ്റിലെ ടോപ്പ് മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ ജോയ്സ്റ്റിക്ക് വെച്ച് റൈറ്റ്, ലെഫ്റ്റ്, ടോപ്പ് ഓർ ബോട്ടം ഇതിൽ നിന്ന് തുടങ്ങാൻ പറ്റും. അതുകൂടാതെ നമ്മൾ മിററിൽ മിസ്റ്റൊക്കെ ഉള്ള സമയത്ത് മിറർ ഹീറ്റഡ് ആക്കണമെങ്കിൽ ഇത് ഹീറ്റ് ചെയ്യാനുള്ള ബട്ടണാണിത്. ഇപ്പോൾ അത് ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് ഹീറ്റഡ് ഓൺ ആണ്. ഇതൊന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാകും. ഇത് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇത് ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് പാർക്ക്, ഒന്നും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് വരും. അതുകൂടാതെ നമുക്കിത് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോഗായിട്ട് വരും. ഫോഗിയുള്ള സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. വീണ്ടും ബാക്ക് ടു നോർമൽ പ്രസ് ചെയ്താൽ മതി, വീണ്ടും ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റിട്ടാർഡറിൻ്റെ ലിവറാണ്. ഇത് റിട്ടാർഡർ 1, 2, 3 ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. പ്ലസ് 1, 2, 3 അങ്ങനെ 3 മോഡിലേക്ക് റിട്ടാർഡ് ഇടാൻ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ ഇട്ടാൽ മതി. നിങ്ങൾക്ക് റിട്ടാർഡ് ഇടുമ്പോൾ അതിൻ്റെ അകത്ത് മീറ്റർ കാണാൻ പറ്റും. റിട്ടാർഡറിൻ്റെ ഒരു ഗ്രീൻ ബട്ടൺ, ഒരു ലോഗോ കാണാൻ പറ്റും. റിട്ടാർഡർ അല്ലെങ്കിൽ എൻജിൻ ബ്രേക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ ഈ സെയിം ലിവറിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ട്രക്കാണ്, അത് മാനുവലിലേക്ക് മാറ്റാൻ പറ്റും. ഇത് ചെയ്തിട്ട് ഈ ലിവർ താഴോട്ട് ഡൗൺ ചെയ്ത് കൊടുത്താൽ ഗിയർ ഷിഫ്റ്റിങ് അതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇത് ക്രൂയിസിൻ്റെ ബട്ടൺസാണ് ഇത് വരുന്നത്. ഇത് ക്രൂയിസ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഏത് സ്പീഡാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഓഫ് ബട്ടൺ പ്രസ് ചെയ്താൽ ഓഫാകും. വീണ്ടും അത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സ്പീഡിലേക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടി, ആ സ്പീഡിലോട്ട് പോകാൻ വേണ്ടി റീസെറ്റ് പിടിച്ച് ഞെക്കിയാൽ മതി. വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് ക്രൂയിസ് ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് ലിമ്മാണ്. അതായത് നമുക്ക് പർട്ടിക്കുലർ സ്പീഡിൽ അത് സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ലിം ഓണാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് ബട്ടണിലൊക്കെ വരുവാണെങ്കിൽ പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടൺ, നമുക്ക് വോളിയം കൂട്ടാനുള്ള മ്യൂസിക് കൺട്രോളിൻ്റെ ബട്ടൺസാണ്. പിന്നെ ലെഫ്റ്റിലോട്ട് വരുവാണെങ്കിൽ നോർമൽ ആസ് യൂഷ്വൽ ഇത് ഇൻഡിക്കേറ്ററിൻ്റെ നോർമൽ ബട്ടൺ, റൈറ്റ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആൻഡ് പിന്നെ വരുന്നത് വൈപ്പറാണ്. നമുക്ക് വൈപ്പറിൻ്റെ ഇത് ജസ്റ്റ് വൈപ്പർ വർക്ക് ചെയ്യാനുള്ള വാട്ടർ വെച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വൈപ്പർ മൂവ് ആവുന്ന. ഇതിൻ്റെ അകത്ത് 3 വൈപ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് റെയിനുള്ള സമയത്ത് നിങ്ങൾക്ക് ഇത് 2 മോഡ് ഇടാൻ പറ്റും. അതായത് 1, 2, 3 ഏത് മോഡിലേക്കാണെങ്കിലും അങ്ങനെ ഇടാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് തന്നെയാണ് ഇതിൻ്റെ ഓൺ വരുന്നത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആകും. നെക്സ്റ്റ് പാർക്കിംഗ് ബ്രേക്കാണ്. ഇത് മാനുവലായിട്ടുള്ള ഒരു ലിവറാണ് പാർക്കിനുള്ളത്. കാരണം ഇത് 2021 മോഡൽ ഡാഫാണ്. സോ ഇത് മാനുവലായിട്ട് നമുക്ക് പാർക്കിംഗ് ഇത് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ പാർക്കിംഗ് ആവും. മേളിലോട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പാർക്കിങ്ങിൽ മാറി. നമുക്ക് ഇതിപ്പോൾ പാർക്കിംഗ് ആയി. ഇതാണ്. പിന്നെ ഇതിൻ്റെ സിസ്റ്റത്തിൽ ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്. അത് കണക്ട് ചെയ്യാനുള്ള ഇതാണ്. ഇവിടെയാണ് USB പോർട്ട് വെച്ചിരിക്കുന്നത്. ഇത് USB ഇല്ലാതെയും അല്ലാതെയും കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഓരോ ട്രക്കിനെ ഡിപ്പെൻസ് ചെയ്തിരിക്കും. പിന്നെ ഇവിടെയുള്ള ഈ നോബ് നമ്മുടെ മീറ്ററിലുള്ള അതായത് മീറ്റർ കൺസോളിൽ എന്തെങ്കിലും മാറ്റം, നമ്മുടെ അവിടുത്തെ വാർണിംഗ് കാണാൻ, അങ്ങനെ അതിനുള്ള നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് വെച്ച് നമുക്ക് മീറ്റർ കൺസോളിലെ പല ഇൻഫർമേഷൻസ് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ ഇത് ക്ലൈമറ്റ് കൺട്രോൾ, അത് എയർകോൺ, AC യുടെ ഇതാണ്, AC ആൻഡ് ഹീറ്റർ.
ഇവിടെ നമുക്ക് ഫാൻ അതിൻ്റെ സ്പീഡ് കൂട്ടാൻ ഇതേ പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ നോബിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് പാർക്കിംഗ് ഹീറ്ററിൻ്റെ സ്വിച്ച്, പിന്നെ നമ്മൾ റെയിനുള്ളപ്പം അതായത് വിൻസ്ക്രീനിലേക്ക് എയർ വരാൻ വേണ്ടിയുള്ള ബട്ടണാണിത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഇതിന് ലിഫ്റ്റ് ആക്സിലുണ്ട്, ഒരു വീൽ എക്സ്ട്രാ ഉണ്ട്. സോ നമുക്ക് ഇത് ഇവിടെ വെച്ച് അത് ലിഫ്റ്റ് ആക്സിൽ പൊക്കവും താത്തുകയും ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇതിപ്പം ഒരു വീല് പൊക്കി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ ബട്ടൺ ഉള്ളത്. അത് നമുക്ക് താത്തണമെങ്കിൽ ഒന്നുകൂടെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താത്താൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് ഇവിടെ വരുന്നത് ഇത് നമ്മുടെ മീറ്ററിൻ്റെ, അതായത് മീറ്റർ കൺസോളിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടണാണിത്. ഇത് പ്രസ് ചെയ്ത് നമുക്കത് മാറ്റാൻ പറ്റും. പിന്നെ ഉള്ളത് ഡിഫ് ലോക്ക്, അതായത് മടി സിറ്റുവേഷൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഡിഫ് ലോക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് കയറാനുള്ള ഡിഫ് ലോക്കിൻ്റെ സ്വിച്ചാണിത്. പിന്നെ ഇത് ഇവിടെ വരുന്ന ബട്ടൺ ഹിൽ അസിസ്റ്റൻറ്റ്. പിന്നെ നമ്മുടെ ട്രെയിലർ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രക്കിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. സാധാരണ ഹൈറ്റ് താത്തും പൂക്കുകയും ചെയ്യാറുണ്ട്. ബാക്ക് ടു നോർമൽ ഹൈറ്റിലോട്ട് വരാൻ വേണ്ടി നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ഡ്രൈവിംഗ് ഹൈറ്റിലേക്ക് ഇത് വരുന്നതാണ്. പിന്നെ വരുന്നത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച്. അതുപോലെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈൻ അസിസ്റ്റൻറ്റ്, അതായത് ലൈൻ നമ്മൾ മാറിപ്പോവുകയാണെങ്കിൽ നമുക്ക് വാർണിംഗ്, അതായത് ഒരു സൗണ്ട് വരും. അതിനുവേണ്ടി അത് ഓണാക്കിയിടാൻ ഓഫ് ചെയ്യാനുള്ള ബട്ടണാണിത്. പിന്നെ അടുത്ത് വരുവാണെങ്കിൽ സൈഡിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അസാഡസ് ലൈറ്റ്. അത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ദെൻ ഇത് ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കിൻ്റെ പല മോഡുകളാണ്. ഇതിപ്പോൾ ന്യൂട്രലാണ് വണ്ടി കിടക്കുന്നത്. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഡിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വണ്ടി ഡ്രൈവ് ആകും. അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു യാർഡിൽ എന്തെങ്കിലും മെനോവർ അല്ലെങ്കിൽ നമ്മൾ യാർഡിൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് വണ്ടി സ്ലോ ആയിട്ട് പോകണമെങ്കിൽ സ്ലോ മോഡിൽ അതായത് പോകാൻ വേണ്ടി നമുക്ക് ഈ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് വണ്ടി വളരെ സ്ലോ ആയിട്ട് പോകാൻ പറ്റും. അതുപോലെ വണ്ടി ബാക്ക് ടു ന്യൂട്രൽ, റിവേഴ്സ് പോകണമെങ്കിൽ റിവേഴ്സിലെടുക്കാം. ഈവൻ റിവേഴ്സിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ യാർഡിൽ റിവേഴ്സ് എടുക്കുകയാണ്, ബേയിലേക്ക് ഇടുവാണ്, വണ്ടി വളരെ സ്ലോ ആയിട്ട് നമുക്ക് പോകണമെങ്കിൽ ഈ മോഡിലിട്ട് കൊടുത്താൽ വണ്ടി തന്നെ സ്ലോ ആയിട്ട് പോകും. വണ്ടി കൂടുതൽ ഫോഴ്സ് വരാതെ ആ ഒരു സ്ലോ മോഡിൽ വണ്ടി വലിയ ചാട്ടമില്ലാതെ പൊക്കോളും. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഡോറ് അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ച്. ഇത് AC യുടെ വിൻഡോ ഒക്കെയാണ്. പിന്നെ ക്യാബിൻ്റെ അകത്തുള്ള ലൈറ്റിൻ്റെ സ്വിച്ചുകളാണിത്. ഇത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പ്ലസ് മൈനസ് വെച്ച് ബ്രൈറ്റ്നസ് കൂട്ടാനൊക്കെ പറ്റും. ഇതാണ് ഇത് വരുന്നത്. പിന്നെയുള്ളത് നമുക്ക് ചാർജിങ് പോയിന്റുകൾ വരുന്നുണ്ട്, നോർമൽ എല്ലാ ട്രക്കിലും. പിന്നെ ഇത് ചെറിയൊരു സ്റ്റോറേജ് ആണ്. ഇതുപോലെ തന്നെ ഇവിടെ ആണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നത്. നോർമലി ഇവിടെ ഒരു ഓവൻ വരാറുണ്ട്, ബട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓവൻ ഇല്ല. അതുപോലെയുള്ള വേറെ സ്റ്റോറേജ് എല്ലാം ഇവിടെയുണ്ട്. അങ്ങേ സൈഡിൽ നിങ്ങൾക്കൊരു സ്റ്റോറേജ് കാണാൻ സാധിക്കും. പിന്നെ ആ സൈഡിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അത് ക്യാമറ വെച്ചിരിക്കുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ. കൂടുതൽ നമ്മൾ ലണ്ടനൊക്കെ പോകുമ്പോൾ നമുക്ക് ക്യാമറ ഇല്ലാതെ ലണ്ടൻ സിറ്റിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്യാമറ ആൻഡ് ഓഡിബിൾ ഡിവൈസ് കൂടെ വേണം. കാരണം നമ്മൾ ട്രക്ക് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുമ്പോൾ ഇത് വെഹിക്കിൾ ഈസ് ടേണിംഗ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഓഡിബിൾ ഡിവൈസ് വരും. അപ്പോൾ അതിന് വേണ്ടി വെച്ചുള്ള ക്യാമറ ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വണ്ടി റൈഡിങ്ങിലാണെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അത് ലെഫ്റ്റിലെ പോർഷൻ മാത്രം ക്യാമറയിൽ അവിടുത്തെ കാണാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് മേളൊരു ട്രക്കിൻ്റെ പടമുള്ള ഒരു ചെറിയ ഡിവൈസ് കാണാൻ പറ്റും. അത് വെച്ചിരിക്കുന്നത് ഇതിന് കുറച്ച് ഹൈറ്റുള്ള ട്രക്കായതുകൊണ്ട് നമുക്ക് സൈഡിൽ കൂടെ ആൾ പോവുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം മിറർ കണ്ടു എന്ന് വരില്ല. അപ്പം ഈ ഡിവൈസ് അത് ഡിറ്റക്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് യെല്ലോ, റെഡ് അങ്ങനെ പല മോഡിൽ നമ്മളത് കാണിക്കും. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അവിടെ ആരോ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ട്രക്കിൻ്റെ ബർത്താണ്. ഇത് ഡബിൾ ബർത്ത് ഉണ്ട്. ഇതിന് മേളൊരു ബർത്തും താഴെ വരുന്ന നോർമൽ ഇതുമാണുള്ളത്. പിന്നെ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു കൂളറുണ്ട്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ട്രക്കിൽ കടന്നു പോകുന്നവർക്കൊക്കെ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇത് വരുന്നത്. പിന്നെ ഉള്ളത് ഇവിടെയുള്ള നിങ്ങൾക്ക് ബെർത്തിൻ്റെ ഇവിടെയും കാണാൻ പറ്റും, അവിടെ ഹീറ്റർ, അതുകൂടാതെ ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ട്രക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ വണ്ടികളുടെയൊക്കെ ക്യാബിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
പലപ്പോഴും UK ലൈസൻസ് എടുത്തിട്ട് പെട്ടെന്നൊരു ഷിഫ്റ്റ് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഏജൻസി വഴി ഒരു കമ്പനി ചെല്ലുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ ചിലപ്പോൾ ഡാഫ് ആയിരിക്കും, ചിലപ്പോൾ സ്കാനിയ ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കമ്പനികളുടെ വണ്ടികളായിരിക്കും. അപ്പോൾ നമ്മളവിടെ ഇതിൻ്റെ ബട്ടണുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും തപ്പും. ഇതിൻ്റെ മാനുവലായിട്ട് ഗിയർ മാറണം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റുകളും വൈപ്പേഴ്സ് അതിൻ്റെയൊക്കെ സ്വിച്ചുകൾ എവിടെയെന്ന് പലർക്കും ഡൗട്ടാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കമ്പനിയിലുള്ള ആളോട് ചോദിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്കിതൊക്കെ ചോദിച്ചറിയാൻ ആൾക്കാർ അവിടെ ഉണ്ടായെന്നും വരില്ല, നൈറ്റൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇങ്ങനത്തെ വണ്ടികളുടെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ.